തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 വിജയം അത് UDF ആഘോഷമാക്കിയാണ്. ഒപ്പം അപ്രതീക്ഷിതമായി ഉണ്ടായ തോൽവിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ച് തുടങ്ങിയിരിക്കുന്നു CPM അല്ലെങ്കിൽ ഇടത് ക്യാമ്പുകൾ. ഒപ്പം BJPക്ക് ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം അത് ആ ക്യാമ്പിലും വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം നഗരസഭാ ഭരണം അത് ചരിത്രത്തിൽ ആദ്യമായി LDF നഷ്ടപ്പെടുന്നു. ഒപ്പം BJP ഇവിടെ ഭരണത്തിലേറുന്നു എന്ന വസ്തുതയുമാണ്. ഇനി എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ LDFനെ തൂത്തെറിഞ്ഞാണ് എറണാകുളം ജില്ലയിൽ UDFന്റെ തേരോട്ടം. 13 നഗരസഭകളിൽ 12 UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും UDF ഏകപക്ഷീയമായ ജയം സ്വന്തമാക്കി. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഒരുപക്ഷെ എറണാകുളം അവിടെ എവിടെയും LDFന് നിലം തൊടാൻ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പറയാം. എന്താണ്, ഏത് രീതിയിലാണ് ഇത്തവണത്തെ ഫലം? UDFന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു എറണാകുളം ജില്ലയിൽ എന്നുള്ളതാണ്. പൊതുവെ UDFനൊപ്പം നിൽക്കുന്ന ഒരു ജില്ല എന്നുള്ളതാണ് എറണാകുളത്തെ പറയാറുള്ളത്. പക്ഷേ ഇതിനു മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ LDFന് ഈ കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ സ്ഥിതിയല്ല, മുഴുവനായും UDFനൊപ്പം നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവെ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ടത് എറണാകുളത്തായിരുന്നു. അത് എറണാകുളത്ത് കൃത്യമായി തന്നെ ഒരു 8:30 തന്നെ ആ ബലസൂചികയിൽ UDFനൊപ്പമാണ് ആ തരംഗം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷനിൽ 47 ഡിവിഷനുകൾ നേടിക്കൊണ്ടാണ് UDF ഭരണം വീണ്ടും പിടിച്ചെടുക്കുന്നത് LDFന്റെ കയ്യിൽ നിന്ന്. ഒപ്പം എടുത്തു പറയേണ്ടത് മുനിസിപ്പാലിറ്റികളുടെ കാര്യമാണ്. 4 മുനിസിപ്പാലിറ്റികൾ LDFന്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. അതിൽ കോതമംഗലം അടക്കം ഇപ്പോൾ LDFന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ 13-ൽ 12 UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഏലൂർ നഗരസഭയിൽ മാത്രം ഇപ്പോൾ ഒരു സ്വതന്ത്രൻ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വതന്ത്രന്റെ പങ്കാളിത്തത്തോടു കൂടി ഇനി LDF അവിടെ ഭരണത്തിലേറുമ്പോൾ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. സ്വാഭാവികമായിട്ടും പിന്നീടുള്ള ഒരു നഗരസഭ എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിൽ NDAക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണം കിട്ടിയിരിക്കുന്നു എന്നുള്ളതും ഈ എറണാകുളത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാലും 14 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത്. ആ രീതിയിൽ എറണാകുളത്ത് വലിയ മുന്നേറ്റമാണ് UDFന് ഉണ്ടാക്കിയിരിക്കുന്നത്. UDFന്റെ തരംഗം, UDF തേരോട്ടം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.